ടാസ്കുകളായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര വെറൈറ്റി ആണ്. നിങ്ങൾ ഒരിക്കലും ഗസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമല്ല. ഇത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഇതിൽ നിങ്ങൾക്ക് മാത്രമല്ല വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്കും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ടാസ്കിന്റെ പേരെന്ന് പറയുന്നത് ആനിമൽ സൗണ്ട് ഐഡന്റിഫിക്കേഷൻ. മൃഗങ്ങളുടെ ശബ്ദം ശബ്ദം കേൾപ്പിക്കും. അത് ഏത് മൃഗത്തിന്റെ പറയണം. പറ്റുമോ? അത് എന്റെ വിശ്വാസം ഡയാനയിലാണ്. ബിക്കോസ് നമ്മളെക്കാട്ടിലും കൂടുതൽ ഒബ്സർവേഷൻ. നിങ്ങളൊക്കെ അവളൊരു മൃഗമായിട്ടാണോ കണ്ടത്? അല്ല, മൃഗങ്ങളുമായി അത്രയും ഇടപഴകുന്ന ഒരാളല്ലേ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ജീവിതശൈലി കൊണ്ടും കാസർഗോഡ് ആയതുകൊണ്ടും ഒരു പക്ഷേ എന്റെ വീടിന്റെ ഫ്രണ്ടില് ചേച്ചി വിശ്വസിക്കത്തില്ല. മയില്, പെരുമ്പാമ്പ്, ഇതൊക്കെ സ്ഥിരം. നീ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ്. ഞാൻ രാവിലെ 7 മണിക്ക് പന്നിയൊക്കെ ഒന്ന് പാത്രം കഴി വെച്ചു കൊടുത്തു. എന്തൊരു കാര്യം ചെയ്യാം പ്രമാണി. തെക്കേക്കര വടക്കേക്കര പ്രമാണി. പ്രമാണി പാവം. ഞാൻ എന്തിനാ കോമ്പറ്റീഷൻ? ശരി, എന്നാ തെക്കേക്കര. പക്ഷെ ഞാൻ അപ്പോഴും മോൺസ്റ്റർ ആണ്. ഞാൻ മോൺസ്റ്റർ. ഞാൻ മോൺസ്റ്റർ. മോൺസ്റ്റർ എന്ന് പറഞ്ഞ എപ്പോ മത്സരിക്കും? മോൺസ്റ്റർ മോഡ് ഓൺ ഓൺ റെഡി. കം, നമുക്ക് കേൾക്കാം ആദ്യത്തെ സൗണ്ട്. കൈപൊക്കി പറയണോ എങ്ങനെ? പക്ഷേ വെയിറ്റ്. ടൈഗർ. ടൈഗർ. അവിടെയാണ് ടൈഗർ. ടൈഗർ. തെറ്റിപ്പോയാൽ മൈനസും ഉണ്ട്. ടൈഗർ. ഉറപ്പാണോ? പുലി 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 ടൈഗർ അല്ലല്ല ടൈഗർ. ഞാൻ പറയാം. ടൈഗർ മെല്ലെ നടന്ന് ഒന്നുമില്ലാത്ത ഒരു നല്ല മൂഡില് മൂപ്പര് നടന്നു പോകുമ്പോ ഹലോ. എനിക്ക് സംശയമുണ്ട്. എന്താണ് സംശയം? ലയനാണോ എന്ന് എനിക്ക് സംശയം. ലയനാണോ? നമുക്ക് നോക്കാം. ലയൻ ആണോ ടൈഗർ ആണോ? പുലിയാണോ? യെസ്. പുലിയാണോ കടുവയാണോ? എന്താ പറയാ? ഞാൻ പറഞ്ഞപ്പോ നിങ്ങള് കേട്ടില്ലല്ലോ. അതെന്താണെന്നുണ്ടോ? പുലിയോ? ഇത് പുലി എന്നല്ല ചേട്ടൻ പറഞ്ഞേ. പഴയ SD ശബ്ദവും വെച്ചോണ്ട് ക്രോക്കഡൈൽ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ വിളിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. എങ്ങനെ സാർ? ഒരു മിനിറ്റ്. ഞങ്ങള് നെയ്യാർ ഡാമിന്റെ അവിടെ എപ്പോഴും കാണണല്ലേ. അത് ഈ ശബ്ദം കേട്ടിട്ടില്ല. മുതലേ ഉണ്ടോ അവിടെ? ചീങ്കണിയാണ് കൂടുതലും. പക്ഷെ ഇത്ര ലൗഡായ സൗണ്ട് ഫാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത്ര ലൗഡായിട്ട് സൗണ്ട് കേട്ടു. ഡോൾബി എഫക്ട് കേട്ടേ. ചേച്ചി അത് നല്ല വയറു നിറയെ ആഹാരം കഴിച്ചിട്ട് എമ്പക്കം പോയതായിരിക്കും. നമുക്ക് നടത്ത കേൾക്കാം. ആദ്യത്തെ നമ്മുടെ പാളിപ്പോയി. അടുത്തത് ശ്രദ്ധിക്കാം. പ്രേക്ഷകരെ ഞങ്ങൾക്ക് എല്ലാവർക്കും 0 ആണ്. നിങ്ങൾക്ക് ആർക്കൊക്കെ ജയിച്ചിട്ടുണ്ടെന്നുള്ള അറിയില്ല. നമുക്ക് അടുത്ത സൗണ്ട് കേൾക്കാം. ഞാൻ പറയാം. അല്ല, അഖിലാണ് ആക്ച്വലി. മങ്കി. ഓക്കെ. അഖിൽ എന്നാ പറയുന്നേ? മലമുഴക്കി വേഴാമ്പൽ. അവരുടെ മറ്റേ എനിക്ക് അവരുടെ റിലേഷൻഷിപ്പ് ഒന്നും അറിയില്ല. ഇവര് രണ്ടാ. ഞാനും കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞ് വലിയ പോയ വേഴാമ്പലൊക്കെ എനിക്ക് അമീത ബന്ധം ഉണ്ടാക്കി വെക്കരുത്. ഇവള് പറഞ്ഞ കണ്ണുള്ളത് ഒറാങ്കുട്ടൻ. ഒറാങ്കുട്ടൻ കണ്ണുള്ളത് മങ്കീന്റെ ഒരു സോ ഫൈനൽ ആയിട്ട് ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. പക്ഷെ എന്നാലും ഓൾറെഡി നമുക്ക് ആൻസേഴ്സ് ഒരു ചാൻസ് കൊടുത്തരുമെങ്കിൽ നോക്കാം. ഡയന ഒറാങ്കുട്ടൻ എന്ന് പറയുന്നുണ്ട്. വേഴാമ്പലിന് ഞാൻ ചേഞ്ച് ചെയ്യണോ? എന്നാ? നാടൻ പട്ടി. മറ്റേത് ഒട്ടകപക്ഷിയുടെ വേറെ സാധനം ഉണ്ടല്ലോ. ഓസ്ട്രിച്ച് ആണോ? അല്ല, എമു. അപ്പൊ ലോക്കി ആണ്. ഒരാൾ പറഞ്ഞേക്കുന്നത് എമു, ഒരാൾ പറഞ്ഞേക്കുന്നത് മങ്കി. എന്തായാലും പോവല്ലേ? ഹിപ്പോപ്പൊട്ടാമസ്. ശരി. അല്ല, ഔട്ട് ഓഫ് പറയാൻ പറ്റില്ല. ഇനി മാറ്റാൻ പറ്റില്ല. മങ്കി ആണോ ഒറാങ്കുട്ടൻ ആണോ? ഒരു ഹിപ്പോപ്പൊട്ടാമസിന് ആരും മൈൻഡ്. ഞാൻ അല്ല, എനിക്കൊന്നും ഹൈനക്ക് ഒട്ടകപക്ഷി ഡബ്ബി. അല്ലല്ല, ഞാൻ വിചാരിച്ചതാണ്. എനിക്ക് ഹൈന ഇഷ്ടപ്പെട്ടില്ല. ഇത് ഭയങ്കര ഒട്ടകപക്ഷി ഡബ് ചെയ്തതാണോ? മറ്റേ നമ്മള് നേരത്തെ പറഞ്ഞതിന്റെ പേരൊന്നും. അടുത്ത നമുക്ക് കേൾക്കാം. Here we go. അവരാണല്ലോ. മയില്. അല്ല, മയിലല്ല. അഖിൽ പറ. കൈ പൊക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടത്തില്ലേ? അയ്യോ, ഇത് ടിക് ടിക് 1 ടിക് ടിക് 2. നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നും പറഞ്ഞില്ല. ഇനി അപ്പുറത്ത് പറയട്ടെ. ടിക് ടിക് 5. അഖിൽ പൊക്കോ. ബേർഡാണ്. എന്തോ ബേർഡ്. പക്ഷിന്റെ പറഞ്ഞോ. സീബ്ര. ഓക്കെ, ലെറ്റ്സ് ഒന്നുകൂടെ കേൾക്കാം. ഞാൻ കഴുത.
അല്ല, ഏയ്, ഓക്കെ ഡോങ്കി. ഇത് മറ്റേ ചേട്ടനല്ല. ഏത് ചേട്ടൻ? അവളുടെ രാഹുലേട്ടനാണോ? പറഞ്ഞോ ഏ? പറഞ്ഞോ ആ, പറയാൻ വന്ന സാമാന്യ കാര്യം മറന്നു പോയി. മറ്റേത് ഇങ്ങനെ ഇരിക്കണേ, ഈ കൊരകന്റെ ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ, മരത്തിലേക്ക് ഇരിക്കും. സിംഹവാലൻ. സിംഹവാലന്റെ തേങ്ങ മിണ്ടായി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഓക്കെയോ? അല്ല പക്ഷേയാണല്ലോ. ഷാസ് അതിന്റെ പേര് പറഞ്ഞ പോട്ട്. ലോത്തോ? അങ്ങനെ കണ്ട പേരാ ഇങ്ങനെ ഇരുന്നു. ഓക്കെ വിട്ടേക്കാം. ശരിക്കും എന്തെങ്കിലും ഓക്കെ. സീബ്ര ആണോ അല്ലെങ്കിൽ ഡോങ്കി ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്കിയൊന്നുമല്ല. ഇതെങ്ങനെയാണ് മൃഗമാവണേ? അങ്ങനെ നമ്മൾ വീണ്ടും തോറ്റിരിക്കുകയാണ്. പക്ഷേ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. പ്രേക്ഷകർ ജയിക്കണുണ്ടല്ലോ. പ്രേക്ഷകർ ജയിക്കുന്നുണ്ട്. അതെ, ഈ മനുഷ്യരായിട്ട് ഇടപെടുന്ന മെഴുകങ്ങളൊന്നും ഇല്ല. എടാ, ഡോൾഫിൻ ഇഷ്ടംപോലെ വേണ്ട, അത് അവര് ഭയങ്കര ഡോൾഫിൻ ഏറ്റവും അടുത്തത് ഒരു clue തരാം. ഈരിയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഇട്ടൂടെ, അതൊക്കെയാണ് അവർക്ക് അറിയാന്നുള്ളത്. എങ്കിൽ അടുത്ത സൗണ്ട് മനുഷ്യനുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു അനിമൽ ആണ്. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോണേ. ചിമ്പാൻസി. അതെ, ചിമ്പാൻസി. ചിമ്പാൻസി. കൊരങ്ങെന്ന് പറയണ്ട, കറക്റ്റ് ആയിട്ടുള്ള ആ കൊരങ്ങ് ഏത് കൊരങ്ങെന്നുള്ളത് ഗൊറില്ലയാണ്. ചിമ്പാൻസി. ഞാൻ ഉറങ്ങട്ടെ, ഞാൻ വീണ്ടും ഉറങ്ങാം. ഒറാങ്കുട്ടൻ. അല്ല, നോബി ചേട്ടാ. ഒറാങ്കുട്ടാന്ന്. എടേ ശരി ചേച്ചി. ഞാൻ ചിമ്പാൻസി. ചിമ്പാൻസി. ഓക്കെ, ലെറ്റ്സ് സീ. വെറുതെ പറഞ്ഞല്ലേ? അല്ലല്ല, എനിക്കറിയാം. എങ്ങനെ അറിയാം? ഇവരവിടെ അത് ചെല്ലോ. മറ്റേ പടം കണ്ടിട്ടുണ്ട്. എങ്ങനെ അറിയാം? എന്റെ ഫാമിലിയിൽ ചിലപ്പോ ഇങ്ങനെ കുടുംബ വഴക്കൊക്കെ ഉണ്ടാകുമ്പോ പലപ്പോഴും ഒച്ച ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആത്മാർത്ഥതയല്ലേ? മൈ ഗോഡ്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആ ഒരു എന്റെ ആ പാവപ്പെട്ട ചെറുക്കന ജംഗിൾ ബുക്കിലാണ് കല്യാണം കഴിപ്പിച്ചത്. പ്രിയ സുഹൃത്തുക്കളെ, ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. ഇന്നത്തെ ഈ ടാസ്കിൽ ഒരു മാർക്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ശ്രീവിദ്യ. സൂപ്പർ. എങ്കിൽ നമുക്ക് അടുത്ത വോയിസിലേക്ക് പോവാം. ലീഡിംഗ് ആണ്. മറ്റേ ഇതില്ലേ നേരത്തെ ഡോൾഫിൻ ഒന്നും കൂടെ ഇട്ടാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ വരും. ദാ കേട്ടോ, ചിരിക്കുന്ന മത്സ്യം. ഇത് അത് അവര് കൈവക്കി. ലയൻ. നോവിചേട്ടൻ എന്തെങ്കിലും അതേതാ? ഇത് നീ നേരത്തെ ഒരു ആവശ്യമില്ലാത്ത ഒരു ഉത്തരം പറഞ്ഞു. ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസ് ആണോ? ശരി, അഖില ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറഞ്ഞ് ലോക്ക് ചെയ്യുന്നു. ഒന്നുകൂടി ഒന്നും കൂടെ ശ്വേതാജിക്ക് വേണ്ടി. കോൺഫിഡൻസ്. ഇത് ലൈനും അതൊന്നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. നീർക്കുതിര. അതാണോ ലയൻ? ചേട്ടാ പുലിന്ന് പറയത്തെ. ചേട്ടാ എന്താ പറയുന്നേന് പുലിന്ന്. ഞാൻ നല്ല അടിപൊളി ചീറ്റ അല്ലേ? ആ, നല്ല വൃത്തിയുള്ളത്. ബ്യൂട്ടിഫുൾ. ലാസ്റ്റ് സൗണ്ട് നോക്കാം. എന്തായാലും നമ്മള് ഇപ്പൊ ഇപ്പൊ എന്തായാലും അവര് അത് ലീഡ് പിടിക്കാം. നിൽക്കുന്നത് ലാസ്റ്റ് പിടിക്കാം. ലാസ്റ്റ് ലാസ്റ്റിൽ. ഈസിയായിട്ട് പിടിക്കാം. ഓക്കെ, ബാ. ശ്രദ്ധിച്ചോണേ. ആനെ. ചെയ്തിട്ടില്ല. ഷാഡോ, Yes, ഷാഡോ. yes, ഷാഡോ, wolf, ഊള, ഊള, wolf, ഊള, ഊള. wolf, 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 wolf. ഏയ്, ഈ ഊൾഫാണ് നെടുമങ്ങാട് ഊളായി. Wolf. Wolf ഇങ്ങനെ ആണോ? wolf. കുറുക്കനാണോ? Fox, fox. Okay, wait. ഞാൻ പറയാം. ആ. കുറുക്കൻ. ചെന്നായ, 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 കുറുക്കൻ. ചെന്നായ. എന്റെ പൊണ്ണ കുറുക്കനാണ് ഞങ്ങളവിടെ ഊളൻ. ശരി, ഊളൻ. എന്റെ തലവരോട് ഊളൻ കുത്തുന്നു. ഫസ്റ്റ് പറഞ്ഞതാ. ഒരു മിനിറ്റ്, എല്ലാരും സൈലന്റായിക്കോ. ഇവിടെ ആദ്യം കൈ പൊക്കിയത് ശ്രീവിദ്യയാണ്. ഫോക്സ് പറഞ്ഞ ഫോക്സ് പറഞ്ഞില്ല, പക്ഷെ എന്നാലും കൈ പൊക്കി. അല്ല, ഞാൻ പറഞ്ഞു കുറുക്കൻ. വുൾഫ് എന്നുള്ളത് ഡയന പറഞ്ഞു. നോബി ചേട്ടൻ കുറുക്കൻ എന്ന് പറയുന്നത് വുൾഫാണോ? Fox, fox ആണ്. അല്ലല്ല, ചെന്നായാണ് ചെന്നായാണ് അഖിലെന്താ ഊളൻ? കോയെ പിടിക്കുന്ന കുറുക്കനെ ഊളൻ. ഊളൻ അയ്യേ, ഊളെന്നൊന്നും പറയത്തില്ല. ഊളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് മണ്ടലിടാ. അത് ഊള. നമ്മള് ഊളെന്ന് പറയും. അത് ഊളെന്ന് പറയും. ഊള. ഊളെന്ന് പറയും. പിന്നെ ഒരു ഇന്നുണ്ടറി, അത് ഊളൻ. ഊളനാണോ ചെന്നൈ ആണോ ഇനി എന്റെ സൈബീരിയൻ ഹസ്കി ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ, വാ. ഊളായി. അല്ല നമ്മളവിടെ അല്ലല്ല ഞാൻ പറഞ്ഞു നമ്മളവിടെ ഇത് തന്നെ ഊളൻ. ഹലോ, ചേട്ടൻ പറഞ്ഞു കുറുക്കനാന്ന്. ഇത് ചെന്നായ. അപ്പൊ നമ്മൾ എല്ലാവരുടെയും അക്കൗണ്ട് തുറന്നു. എല്ലാവരുടെ അക്കൗണ്ട് തുറന്നു. ഈക്വലായിട്ട്. സൂപ്പർ. അല്ല, ഉറപ്പായിട്ട് ഇതിന്റെ താഴെ നെടുമങ്ങാടുള്ള ഒരു കമന്റ് ചെയ്യും. ഇത് വിഷയമാവും കേട്ടാ. ആണോ വുൾഫ്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ആനയുടെയോ മറ്റേ കുതിരയുടെ കൊച്ച ഇട്ട് കൊടുക്കുക. അഖിലേട്ടനും കൂടെ ഒരു മാർക്ക്. ഒരു സിമ്പിൾ ആയിട്ട് വൈൻഡപ്പിൽ ഞാൻ ഒരെണ്ണം തരാം. കുതിരയിട്ടെന്ന ഈസി ആയിട്ട് പിടിക്കായിരുന്നു. ഇനി ഇട്ടാ പോലും നോബി ചേട്ടൻ പറയില്ല എന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. അതെന്താ? ഒരെണ്ണം ഇട്ടാ നമ്മൾ എപ്പോഴെങ്കിലും പ്ലേ ചെയ്ത ഒരു വോയിസ് ഒന്ന് ഇട്ടേ. ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുന്ന സൗണ്ട്.
ഇത് നോബി. അയ്യയ്യേ. പറഞ്ഞോ അത് ചേട്ടാ. കേട്ടില്ലേ ഡയാന പറഞ്ഞു കേട്ടില്ലേ എന്താടി? അയ്യയ്യേ. അയ്യേ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്ത് ഒച്ച. നോബി ചേട്ടാ. ടോയ്ലറ്റിനകത്ത് കരിക്കലിട്ട് ഫ്ലഷ് ചെയ്യും. ഇത് നോബിന്റെ ബാത്റൂം സ്റ്റോറി. ഇല്ല നോബി ചേട്ടാ പറഞ്ഞോ. പറ